ഗുഡ് മോർണിംഗ് മാർക്കറ്റ് പ്ലസിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ബുധനാഴ്ച, ഇന്നലെ വീക്കിലി എക്സ്പയറി ഡേ കൂടിയായിരുന്നു. ഇന്ന് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ അനുസരിച്ച് തീർച്ചയായിട്ടും ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിൽ വിപണി ട്രേഡിംഗ് ആരംഭിക്കുന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗിലേക്ക് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2 ദിവസമായിട്ടൊരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ട്. ത്രൂ ഔട്ട് ദ ഡേയും 24,800 എന്നൊരു ലെവലിന് മുകളിൽ ട്രേഡിംഗ് നടത്താനായിട്ടും ഇൻഡെക്സിന് ഇന്നലത്തെ ഒരു എക്സ്പയറി ഡേയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും കംപ്ലീറ്റ് ആയിട്ടുള്ള ഡേ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ കൺസോൾഡേറ്റഡ് ആയിട്ടുള്ള വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെന്റ് ആയിരുന്നു വിപണിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 24,814 എന്നൊരു ഡേ ലോയ്ക്കും 24,891.8 എന്നൊരു ഡേ ഹൈക്കും ഇടയിൽ നിന്നുകൊണ്ടാണ് പ്രധാനമായിട്ടും ട്രേഡിംഗ് നടന്നത്. ഏകദേശം ഒരു 80ഓളം പോയിന്റ്സ് അല്ലെങ്കിൽ 80ലധികം ഒരു പോയിന്റ്സിൽ മാത്രമാണ് ഇന്നലെ ഇൻട്രാ ഡേയിൽ ഒരു എക്സ്പയറി ഡേ ആയിട്ട് കൂടി നിഫ്റ്റി 50 ഒരു ട്രേഡിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ അതിന്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് കൂടി കടക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നലെ പൊതുവെ പല സെക്ടേഴ്സിലും IT സൂചികയിൽ ഉണ്ടായ ഒരു മുന്നേറ്റമായിരുന്നു. 24,800 എന്നൊരു ലെവലിന് മുകളിൽ ഇൻഡെക്സിനെ സസ്റ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു കരുത്ത് പകർന്നിട്ടുണ്ടായിരുന്നത്. ടോപ്പ് ഗെയിനേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഓട്ടോ മേഖലയുടെ കൈവശമായിരുന്നുവെങ്കിൽ ചൊവ്വാഴ്ച ആയപ്പോഴേക്കും തീർച്ചയായിട്ടും അതൊരു കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ട് പലപ്പോഴും IT ഓഹരികളായിരുന്നു ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഇൻഫോസിസിൽ ഉണ്ടായ ഒരു മൂവ്മെന്റ് എടുത്തു പറയേണ്ടുന്നതാണ്. 4.5% മുകളിൽ ഒരു മുന്നേറ്റമായിരുന്നു ഇൻഫോസിസ് ഓഹരികളിൽ ഉണ്ടായിരുന്നത്. ബൈബാക്ക്, അതായത് 3 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഇൻഫോസിസ് ബൈബാക്കിന് ഒരുങ്ങുന്നു എന്നൊരു വാർത്ത വന്നതിന് പിന്നാലെയാണ് ഇന്നലെ വളരെ ശക്തമായിട്ടൊരു മൂവ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നത്. സെപ്റ്റംബർ 11 നടക്കുന്നത്, നാളെ നടക്കുന്ന യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ചിട്ടുള്ള അന്തിമ തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നുകൂടി ഇപ്പോൾ ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഡോക്ടർ റെഡ്ഡി, വിപ്രോ, അദാനി പോർട്സ്, ടെക് മഹീന്ദ്ര തുടങ്ങിയ ഓഹരികളിലെ ശക്തമായിട്ടൊരു മൂവ്മെന്റും വളരെ കൃത്യമായിട്ട് ഈ ഒരു ഇൻഡെക്സിന് തുണയായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇനി ഡൗൺ സൈഡിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ ട്രെൻഡ്, ഇറ്റേണൽ, അൾട്രാടെക് സിമന്റ്, ജിയോഫിൻ, ഇൻഡസ്ഇൻഡ് ബാങ്ക് തുടങ്ങിയ ബ്രോഡ് ബേസ്ഡ് ആയിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെക്ടറിൽ ഒരു ഇടിവ് എന്നതിനേക്കാൾ ഉപരി IT മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റു പല സെക്ടറിനും ഇന്നലത്തെ ഒരു ഇൻട്രാഡേയിൽ തിളങ്ങാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി അതിനോടൊപ്പം തന്നെ ഇന്നലത്തെ ഒരു വേഴ്സ് പെർഫോമിംഗ് സെക്ടർ പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിൽ മാത്രമാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അതായത് കൃത്യമായിട്ടൊരു ഡിറക്ഷൻ സ്വീകരിക്കാനായിട്ട് ഇൻഡെക്സുകൾക്കും ഇന്നലെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ഫ്ലാറ്റ് പോസ്റ്റിംഗിൽ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലായിരുന്നു ഭൂരിഭാഗം സെക്ടേഴ്സും ഇന്നലെ ട്രേഡിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയുടെ റിയൽറ്റിയും ഒപ്പം തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയും 0.3% ഒരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ആഗോളതലത്തിലേക്ക് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ട്രംപിന്റെ ഭാഗത്തുനിന്ന് വീണ്ടും വളരെ കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള ചില മൂവ്മെന്റ്സ് ആണ് ഉണ്ടായിരിക്കുന്നത്. സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഇന്ത്യ വളരെ, പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ US-ന്റെ വളരെ ഗുഡ് ഫ്രണ്ട് ആണെന്നും ഇന്ത്യയും US-ഉമായിട്ടുള്ള ഒരു ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട നെഗോഷിയേഷൻസ് കൃത്യമായിട്ട് ഫലം കാണുമെന്നടക്കമുള്ള അപ്ഡേഷൻസ് അദ്ദേഹം നൽകുമ്പോൾ തന്നെ യൂറോപ്യൻ യൂണിയനോട് ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ 100% അധിക താരിഫ് ഏർപ്പെടുത്തണം എന്നുകൂടി അദ്ദേഹം പ്രഷറൈസ് ചെയ്തിരിക്കുകയാണ്. ഇത്തരത്തിൽ ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കോൺട്രഡിക്റ്ററി മൂവ്മെന്റിനോട് എങ്ങനെയായിരിക്കും സ്ട്രാറ്റജിക്കലിയും ഡിപ്ലോമാറ്റിക്കലിയും ഇന്ത്യ ഹാൻഡിൽ ചെയ്യുക എന്നതായിരിക്കും ഇനി ഒരുപക്ഷെ മുന്നോട്ടേക്ക് ഇന്ത്യൻ വിപണികളെ സംബന്ധിച്ചിട്ട് നിർണായകം ആവുക എന്നാണ് പല അനലിസ്റ്റുകളും മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത്. ഒപ്പം ആഗോളതലത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും ആഭ്യന്തര തലത്തിൽ ഇന്ത്യയുടെ ഫാക്ടേഴ്സ് എല്ലാം തന്നെ, ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് എല്ലാം തന്നെ എക്സ്ട്രീംലി ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് നിലകൊള്ളുന്നു എന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തിയിരിക്കുന്നത്. കൺസംഷൻ ബേസ്ഡ് ആണെങ്കിലും ശരി, സപ്ലൈ ബേസ്ഡ് ആണെങ്കിലും ശരി, വളരെ ശക്തമായൊരു പൊസിഷനിലാണ് ഇന്ത്യ നിലനിൽക്കുന്നതാണ് അനലിസ്റ്റുകളുടെ ഒരു വിലയിരുത്തലായിട്ട് എത്തിയിട്ടുള്ളത്. ഇനി ഇന്നലത്തെ ലോക വിപണികളുടെ ഒരു ക്ലോസിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് സൂചിക്കും നാസ്ഡാക്കും അതിനോടൊപ്പം തന്നെ S&P 500 സൂചിക്കും ഒരു പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പൊതുവേ ഇന്നിപ്പോൾ ആഗോള വിപണികളിലൊക്കെ തന്നെ നമുക്കൊരു പോസിറ്റീവ് ടോൺ തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഏതായാലും ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും അതിനോടൊപ്പം തന്നെ മറ്റ് ഇൻസൈറ്റ്സും ഒക്കെ നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് മൈഫിൻ TVയുടെ ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഇന്നിപ്പോൾ US സൂചികകളിലേക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്നലത്തെ ഒരു പോസിറ്റീവ് ടോൺ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വീണ്ടും തുടർച്ചയായിട്ടുള്ള ഒരു അപ്സൈഡ് മൊമെന്റ് നിലനിർത്താനായിട്ട് US സൂചികൾക്ക് സാധിച്ചിട്ടുണ്ട്. അമേരിക്കൻ വിപണികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, അമേരിക്കൻ വിപണിയിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. സോ ഇന്നലെ നമുക്ക് വളരെ ശക്തമായിട്ടായിരുന്നു ഒരു ക്ലോസ് ഡൗ ജോൺസ് ഇൻഡെക്സിൽ കാണാനിടയായത്. സോ അതിനെ തുടർന്ന് 45,757 കഴിഞ്ഞ ഓഗസ്റ്റ് 22-ാം തീയതി നമുക്ക് നൽകിയ ഒരു ഓൾ ടൈം ഹൈ. എന്റെ അഭിപ്രായത്തിൽ താമസിക്കാതെ ഈ ആഴ്ച തന്നെ അത് ബ്രേക്ക് ചെയ്യപ്പെടും.
സോ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ പുതിയ ഷോർട്ട് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ നോക്കരുത്. ഓൺ ദ കോൺട്രറി, ഈ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ആ ഇൻഡെക്സിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ തന്നെ എടുക്കാൻ അവസരം ലഭിക്കും. നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ 24,000 പോയിന്റിന് മുകളിൽ ഇൻഡെക്സിന് ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ സസ്റ്റൈനബിൾ ആയിട്ട് ഒരു അപ്പ് മൂവ് നിലനിർത്താൻ സാധിക്കത്തുള്ളൂ. ബട്ട് അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നുണ്ട്. കമോഡിറ്റി മാർക്കറ്റിൽ ക്രൂഡിലേക്ക് വരുമ്പോഴേക്കും കഴിഞ്ഞ ഒരു 3 ട്രേഡിംഗ് സെഷൻസ് ആയിട്ട്, അതായത് ഈ ഒരു വീക്ക് ആരംഭിച്ചപ്പോൾ മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും തുടർച്ചയായിട്ട് അതിപ്പോൾ ബ്രെന്റ് ആണെങ്കിലും ശരി, WTI ക്രൂഡ് ആണെങ്കിലും ശരി, WTI കൂടുതൽ ബ്രെന്റ് ക്രൂഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ആണ് നേരിയതെങ്കിൽ പോലും ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. ഇന്നിപ്പോൾ ഒരു 0.5% മുന്നേറ്റം നടത്താനായിട്ട് ബ്രെന്റിനും ഒപ്പം തന്നെ WTI ക്രൂഡിനും സാധിക്കുന്നുണ്ട്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ക്രൂഡ് ഓയിലിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് കഴിഞ്ഞ ആഴ്ചത്തെ ആ ഒരു ഇടിവിനെ തുടർന്ന് $61 ലെവലിൽ WTI ക്രൂഡിന്റെ കേസിൽ ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തു വരുന്നുണ്ട്. ഇന്നലെ മിഞ്ഞാന്നും ഒക്കെ നമുക്ക് ഷോർട്ട് കവറിംഗ് കാണാനിടയായി. സോ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ $61 ലെവലിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്കൊരു ബുള്ളിഷ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ $64.50 റെസിസ്റ്റൻസ് ലെവൽ ക്രൂഡ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അതിനേക്കാൾ ശക്തമായിട്ടൊരു റെസിസ്റ്റൻസ് 66, 68 ഈ ഒരു റേഞ്ചിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? സർ, ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡിനെ സംബന്ധിച്ചിട്ട് ഇപ്പോഴും ആ ഒരു $3,600 എന്നൊരു ഹൈ ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നിലവിൽ ഏകദേശം ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോണിൽ $3,635 എന്നൊരു നിലയിലാണ് ഗോൾഡിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. ഗോൾഡ് ഒരല്പം ഓവർ ഹീറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇന്നലെ സ്വർണത്തിന്റെ കേസിൽ വീണ്ടും നമുക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ ആയിരുന്നു കാണാൻ സാധിച്ചത്. നമ്മൾ സ്വർണം നോക്കുമ്പോഴേക്കും ഏതാണ്ട് ഒരു കഴിഞ്ഞ 14 കൺസിക്യൂട്ടീവ് ആയിട്ട് ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് സ്വർണം നേട്ടം നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ ഷോർട്ട് ടേം ചാർട്ട്സ് നോക്കുമ്പോഴേക്കും ഓവർ ഹീറ്റഡ് റീഡിംഗ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ $3,650 ലെവലിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോഴേക്കും ഇന്നലെ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചൊരു എക്സ്പയറി ഡേ കൂടിയായിരുന്നു. പക്ഷേ വളരെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ളൊരു മൂവ്മെന്റ് ആയിരുന്നു കണ്ടത്. എന്നിരുന്നാൽ പോലും തിങ്കളാഴ്ചത്തെ അപേക്ഷിച്ചിട്ടൊരു ഹയർ ഹൈ ആൻഡ് ഹയർ ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ടും Nifty 50ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. 24,800 എന്നൊരു ലെവലിന്റെ മുകളിലാണ് ഇന്നലെ ത്രൂ ഔട്ട് ദ ഡേയും ട്രേഡിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. Nifty 50യിലുള്ള ഈ ഒരു മൂവ്മെന്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായി തുടരുന്നു. സോ നിഫ്റ്റി 50യുടെ കേസിൽ നമുക്കൊരു ബുള്ളിഷ് റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് ലഭിക്കണമെങ്കിൽ 25,000 പോയിന്റിന്റെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം നമുക്ക് ഒരു വളരെ ഹൈ കോൺഫിഡൻസോടെ പറയാൻ സാധിക്കുന്നില്ല ദാറ്റ് ആ ഒരു റെസിസ്റ്റൻസിൽ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. സോ ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. സർ, അതിനോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരുപക്ഷെ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടാകുന്ന ഒരു തിരിച്ചടി തന്നെയാണ് നിഫ്റ്റിക്കും ഒരു വലിയ തോതിലൊരു അപ്സൈഡ് മൂവ്മെന്റ് രേഖപ്പെടുത്താൻ സാധിക്കാതെ പോകുന്നത്. ഇന്നലത്തെ ഒരു ഇൻട്രാഡേ പരിശോധിക്കുകയാണെങ്കിലും വളരെ ഫ്ലാറ്റ് ആയ ഒരു ടോണിലായിരുന്നു ബാങ്ക് നിഫ്റ്റിയും ട്രേഡിംഗ് നടന്നു വരുന്നത്. തീർച്ചയായിട്ടും വളരെ കഴിഞ്ഞൊരു 4 എന്നതിനേക്കാൾ ഉപരി പല ട്രേഡിംഗ് സെഷൻസിലായിട്ടും വളരെ സൈഡ് വേസ് ആയിട്ടൊരു മൂവ്മെന്റ് ആണ്, കാര്യമായിട്ടുള്ളൊരു ഡിറക്ഷൻ സ്വീകരിക്കാതെ വളരെ സൈഡ് വേസ് ആയിട്ടൊരു മൂവ്മെന്റ് ആണ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു അണ്ടർ പെർഫോമൻസിനെ താങ്കൾ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇതിനൊരു പ്രധാനപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ പോയിന്റിലെ റീസൺസ് എന്തൊക്കെയായിരിക്കും? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായി തന്നെ തുടരുന്നു. നമുക്ക് ഈ ഒരു ഇൻഡെക്സിലെ ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 55,600 പോയിന്റിന്റെ റെസിസ്റ്റൻസ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ അതുപോലെ തന്നെ നിഫ്റ്റിയെ ഡ്രാഗ് ചെയ്യാനുള്ള പ്രധാന കാരണം ഇറ്റ് ഈസ് HDFC ബാങ്ക്. HDFC ബാങ്കിന്റെ കേസിൽ ജൂലൈ മാസത്തിന് ശേഷം കാര്യമായിട്ട് നേട്ടം നമ്മൾ കണ്ടില്ല. അത് മാത്രമല്ല ഏപ്രിൽ മാസത്തിന് ശേഷം നമുക്കൊരു സെല്ലിംഗ് പ്രഷറും HDFC ബാങ്കിന്റെ കേസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. HDFC ബാങ്കിന് നിഫ്റ്റി 50യിലും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ളത്. ആൻഡ് HDFC ബാങ്കിന്റെ കയ്യിൽ നമ്മുടെ കൈവശം ഷോർട്ട് ടേമിന് ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 960 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം.
ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുമെങ്കിൽ 995 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം അത് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. ICICI ബാങ്കിന്റെ കേസിൽ നമുക്ക് നേരിയൊരു റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ICICI ബാങ്കിന്റെ കേസിലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു. ആക്സിസ് ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കോട്ടക് ബാങ്കിന്റെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. സർ, അതിനോടൊപ്പം തന്നെ ഇന്നലത്തെ ഒരു സ്റ്റാർ പെർഫോമർ എന്ന് പറയാൻ സാധിക്കുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് IT സൂചികയായിരുന്നു. IT സൂചികയെ സംബന്ധിച്ച് ഇൻഫോസിസ് ലീഡ് ചെയ്യുന്ന ഒരു IT സൂചികയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. IT സൂചികയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു മൂവ്മെന്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതൊരു ഷോർട്ട് കവറിംഗ് മാത്രമായിട്ടാണോ കണക്കാക്കേണ്ടത്, അതോ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഈ ഒരു സെക്ടറിൽ കാണുന്നുണ്ടോ? അല്ല, നമ്മൾ നിഫ്റ്റിയുടെ IT ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നമ്മൾ ഈ ഓഗസ്റ്റ് മാസത്തിലെ ഇതേ പോലത്തെ IT ഇൻഡെക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു 34,800 34,200 ഈ ഒരു റേഞ്ചിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് കാണാൻ സാധിക്കുന്നുണ്ടെന്ന്. ആൻഡ് നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നിഫ്റ്റി IT ഇൻഡെക്സിന് ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് നിഫ്റ്റി IT ഇൻഡെക്സിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സലിന് ഒരു ഹൈ പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ വരും സെഷൻസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 36,000 പോയിന്റ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 36,600, അതിന് ശേഷം 38,300 ആയിരിക്കും മേജർ റെസിസ്റ്റൻസ് ലെവൽസ്. സർ, ഒപ്പം ചില IT ഓഹരികളിലേക്ക് കൂടി വരികയാണ്. ഇന്നലെ നമ്മൾ ഓൾറെഡി ഇൻഫോസിന്റെ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ TCSലേക്ക് കൂടി വരികയാണ്. TCSനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇന്നലെ ഏകദേശം ഒരു 1% ഒരു നേട്ടം നൽകാനായിട്ട് TCSനും സാധിക്കുന്നുണ്ട്. ഏകദേശം ഇൻഫോസിന്റെ അതേ പാറ്റേൺ തന്നെയാണ് TCSലും കാണാൻ സാധിക്കുന്നത്. തുടർച്ചയായിട്ടുള്ളൊരു നഷ്ടമായിരുന്നു കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസിലായിട്ട് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. TCSലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? TCSന്റെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ബട്ട് നമ്മളൊരു ഹൈ റിസ്ക് ട്രേഡിംഗ് അവസരത്തിന് തയ്യാറാണെങ്കിൽ നമുക്ക് 2,990 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഇറ്റ്സ് എ ഹൈ റിസ്ക് ട്രേഡ്. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു ഷോർട്ട് ടേം ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കണമെങ്കിൽ 3,170 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നത് താമസിക്കാതെ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേമിൽ നമുക്ക് നല്ലൊരു മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. സർ, അപ്പം വിപ്രോയിലേക്ക് കൂടി വരികയാണ്. വിപ്രോയെ സംബന്ധിച്ചിട്ട് ഇന്നലെ വളരെ ശക്തമായിട്ടൊരു മൂവ്മെന്റ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 2.5% മുകളിൽ ഒരു നേട്ടം നൽകിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് വിപ്രോ ഓഹരികൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വിപ്രോയിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? വിപ്രോയുടെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ ഒരു കേസിൽ 255 രൂപ ഇസ് ദ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സർ, അടുത്തതായിട്ട് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളിലേക്ക് കൂടി വരികയാണ്. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവർ എഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ന്യൂസ് ആയിട്ട് എത്തിയിരിക്കുന്നത് US പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയന് മേൽ പ്രഷറൈസ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ 100% അധിക തീരുവ ഏർപ്പെടുത്തണം എന്ന തരത്തിൽ. തീർച്ചയായിട്ടും ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ചിട്ട് ഇതൊരു നെഗറ്റീവായിട്ട് വരാനുള്ളൊരു ഒരുപക്ഷെ താരിഫ് ഏർപ്പെടുത്തിയാൽ നെഗറ്റീവായിട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നമ്മളിപ്പോൾ ചെന്നൈ പെട്രോളിയം എടുത്തു കഴിഞ്ഞാൽ ചെന്നൈ പെട്രോളിയത്തിന്റെ കേസിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ നിലനിർത്തുക. 680 നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ ഹേർഡിൽ 810 രൂപയിലായിരിക്കും. ഭാരത് പെട്രോളിയത്തിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. 335 രൂപയിലെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേമിൽ നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കും. ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷും ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസുമായി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നില്ല. 425 രൂപയിലെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 365 രൂപയിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് ഫൈനലി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ്, ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ്. 148 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും.
സർ ഒപ്പം തന്നെ ഈ ഒരു സെക്ടറിൽ റിലയൻസിലേക്ക് കൂടി വരികയാണ്. റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിഫ്റ്റിനെ ഏറ്റവും കൂടുതൽ ഡ്രാഗ് ചെയ്യുന്ന ഒരു ഓഹരിയായിട്ടാണ് റിലയൻസ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മാറിയിരിക്കുന്നത്. ഇന്നലത്തെ ഒരു സെക്ടർ അല്ലെങ്കിൽ ഇന്നലത്തെ ഒരു മൂവ്മെന്റ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ലോ ടോണിലായിരുന്നു പ്രധാനമായിട്ടും റിലയൻസ് ഓഹരികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. റിലയൻസ് ഓഹരികളിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? റിലയൻസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ്വേസ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് സപ്പോർട്ട് 1325 രൂപയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കും. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ബുള്ളിഷ് ടേൺ റൗണ്ട് കാണാൻ സാധിക്കണമെങ്കിൽ 1425 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാം. സർ, ഒപ്പം തന്നെ ONGCയിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി പങ്കുവയ്ക്കാമോ? ONGCയുടെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ കേസിൽ കൈവശം നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 230 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. 250 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിനുള്ള ഒരു പോസിബിലിറ്റി വളരെ കുറവായിട്ട് കാണുന്നത്. സർ, അടുത്തായിട്ട് ഓട്ടോ സെക്ടറിലേക്ക് വരികയാണ്. ഓട്ടോ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസത്തിലെ ഒരു ശക്തമായിട്ടൊരു മൂവ്മെന്റിന് ശേഷം ഇന്നലെ ഒരു മ്യൂട്ടഡ് ആയിട്ടൊരു പ്രകടനമായിരുന്നു ഓട്ടോ ഇൻഡെക്സിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെയും ടാറ്റ മോട്ടോഴ്സിലേക്കാണ് വരുന്നത്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു 0.5% മുകളിലൊരു നഷ്ടം രേഖപ്പെടുത്തി എങ്കിൽ പോലും കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഹൈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ടാറ്റ മോട്ടോഴ്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരുപക്ഷെ നിക്ഷേപകരെ പാടെ നിരാശപ്പെടുത്തുന്ന ഒരു ഓഹരി കൂടിയാണ് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. ടാറ്റ മോട്ടോഴ്സ് ഓഹരികളിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ താങ്കൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ നിയർ ടൈമിൽ? തീർച്ചയായിട്ടും ടാറ്റ മോട്ടോഴ്സിന്റെ കേസിലാണ് നമ്മൾ ഏപ്രിൽ മാസത്തിലായിരുന്നു ഇതിന്റെ മേജർ ബോട്ടം കാണാൻ സാധിച്ചത്. ആ ഒരു ലെവല് നമുക്ക് കാണാൻ സാധിക്കുന്നത് 535 രൂപയിലാണ്. അതിനുശേഷം ഗ്രാജുവലി കഴിഞ്ഞ 2-3 മാസമായിട്ട് ഈ സ്റ്റോക്ക് കൺസോൾട്ടേഷൻ നടത്തി 620 രൂപയിൽ പുതിയൊരു സപ്പോർട്ട് ബേസും ഫോം ചെയ്തിരുന്നു. ആൻഡ് എസ്പെഷ്യലി കഴിഞ്ഞ ഒരാഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഹൗവർ അത്രയും വലിയ നേട്ടത്തിനെ തുടർന്ന് നമുക്ക് വളരെ ഷോർട്ട് ടേമിൽ അടുത്ത 2 സെഷൻസിൽ പ്രോഫിറ്റ് ടേക്കിങ്ങിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഈ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്തായിരിക്കും നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കേണ്ടത്. 685 മുതൽ 700 രൂപ വരെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക, ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് ഓൺലി ഡ്യൂറിംഗ് ദ കറക്ഷൻ. സർ, അപ്പം തന്നെ നിഫ്റ്റിയുടെ ഫാർമ സൂചികയിലെ കൂടി വരികയാണ്. ഫാർമയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇന്നലെ വളരെ മികച്ച ഒരു മുന്നേറ്റമായിരുന്നു ഫാർമയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഫാർമ ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ഫാർമ ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തന്നെ തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം നമുക്ക് ഫാർമ ഇൻഡെക്സിൽ നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടുവെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഫാർമ ഇൻഡെക്സിന്റെ കേസിൽ 22,400 പോയിന്റിൽ മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. ബട്ട് ഇന്നലെ നമ്മൾ ഫാർമ സെക്ടറിനെ കുറിച്ച് സംസാരിച്ചതുകൊണ്ട് ഇന്നലെ ഡോക്ടർ റെഡീസിന്റെ സ്പെസിഫിക് കേസിൽ നമുക്ക് നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കാണാനിടയായി. 1303 രൂപയിലെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഒരു സസ്റ്റൈനബിൾ അപ്പ് മൂവ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഗ്ലെൻമാർക്ക് ഫാർമയുടെ കേസിലും കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിലും നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. സാറിനൊപ്പം തന്നെ ഫൈസർ ഓഹരികളിലേക്ക് കൂടി വരികയാണ്. ഫൈസറിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഓഗസ്റ്റ് 18-ാം തീയതി, അതായത് ഒരു ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിന് ശേഷം വന്ന ഒരു ട്രേഡിംഗ് ഡേ പരിശോധിക്കുമ്പോഴേക്കും വളരെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. എന്നാൽ അതിനുശേഷം പിന്നീട് ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ആ ഒരു ഗ്യാപ്പ് എല്ലാം തന്നെ ഫില്ല് ചെയ്തുകൊണ്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുകയും കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസിലായിട്ട് ഏകദേശം ഒരു സൈഡ് വേസ് ആയിട്ടൊരു മൂവ്മെന്റ് ആണ് ഫൈസർ ഓഹരികൾ കാണുന്നത്. ഫൈസർ ഓഹരികളിലുള്ള തങ്ങളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഫൈസറിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ്വേസും ഷോർട്ട് ടേമിൽ അല്പം വീക്ക്നെസ്സും കാണുന്നുണ്ട്. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് സപ്പോർട്ട് 5000 രൂപയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമ്മൾ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 5270 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ 300 മുതൽ 400 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ പ്രതീക്ഷിക്കാം.
സർ, ഒപ്പം തന്നെ സിപ്ലയിലേക്ക് കൂടി വരികയാണ്. സിപ്ലയെ സംബന്ധിച്ചിട്ടും 0.5% മുകളിൽ ഒരു നേട്ടം നൽകിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സിപ്ല ഓഹരികൾക്ക് ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 3 ട്രേഡിംഗ് സെഷൻസിന് ശേഷമുള്ള ഇടിവിന് ശേഷമാണ് ഇന്നലെ ഒരു പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. സിപ്ല ഓഹരികളുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സിപ്ലയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിന് വളരെ മികച്ച സപ്പോർട്ട് 1525 രൂപയിൽ കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ ലെവലിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ 1525 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സർ, അടുത്തായിട്ട് മറ്റൊരു ഹെവി വെയിറ്റ് ആയിട്ടുള്ള LNTയിലേക്കാണ് വരുന്നത്. LNTയെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഇന്നലെ ഈ ഓരോ ഓഹരികളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് ലോ ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. LNTയുടെ കേസിൽ നമ്മൾ ഏപ്രിൽ മാസത്തിനുള്ള ശേഷമുള്ള ട്രേഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ വളരെ ബ്രോഡ് ബേസ്ഡ് ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണുന്നത്. ഇന്നലത്തെ ആ ഒരു ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും അതേ റേഞ്ചിലാണ് ഈ സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തി വരുന്നത്. അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം നമുക്ക് ഈ സ്റ്റോക്കിൽ ബ്രേക്ക് ഔട്ടിന് ഒരു പോസിബിലിറ്റിയും കാണുന്നില്ല. ഈ സ്റ്റോക്കിൽ 3750 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് പുതിയൊരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കാൻ പോകുന്നുള്ളൂ. സോ, അടുത്തായിട്ടൊരു സ്മോൾ ക്യാപ്പ് ഓഹരിയിലേക്കാണ് പോകുന്നത്. ജയ്സ്വാൾ നെക്കോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നൊരു മെറ്റൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും നേരിയ തോതിലൊരു വി ഷേപ്ഡ് റിക്കവറിയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇന്നലെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ജയ്സ്വാൾ നെക്കോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് സ്റ്റോക്കിന്റെ ഡേറ്റ ലഭിക്കുന്നില്ല. സർ, അടുത്തതായിട്ട് പ്രാജ് ഇൻഡസ്ട്രീസിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. പ്രാജിനെ സംബന്ധിച്ചിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്മോൾ ക്യാപ്പ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് ഓഹരി കൂടിയാണ് പ്രാജ്. പ്രാജിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? പ്രാജിന്റെ കേസിൽ കഴിഞ്ഞ മാർച്ച് മാസത്തിന് ശേഷം തുടർച്ചയായിട്ട് നമുക്ക് സെല്ലിംഗ് പ്രഷർ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. സ്റ്റോക്കിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഹൈഷൻ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 380 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. സർ, അടുത്തായിട്ട് സെമി കണ്ടക്ടർ സെക്ടറിൽ നിന്നുള്ള കെയ്ൻസ് ടെക്നോളജിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. കെയ്ൻസിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഇന്നലെ ഈ ഒരു ഓഹരിയിൽ 0.5% മുകളിൽ ഒരു നേട്ടം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ഓഗസ്റ്റ് 29 ശേഷം തുടർച്ചയായിട്ടുള്ള ഒരു അപ്സൈഡ് മൂവ്മെന്റ് ആണ് ഈ ഒരു ഓഹരിയിൽ കാണുന്നത്. കെയ്ൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഈ ഒരു കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം ഒരു വീക്ക്നെസ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന്റെ മുന്നിൽ ഇനി ഒരേ ഒരു മേജർ റെസിസ്റ്റൻസേ കാണാൻ സാധിക്കുന്നുള്ളൂ. നമുക്ക് ജനുവരി മാസത്തിൽ ഈ സ്റ്റോക്ക് നൽകിയ ഓൾ ടൈം ഹൈ 7822. ആ ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കേണ്ടത്. ഹൗഎവർ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, അപ്പം തന്നെ ഇന്നലെ നമ്മൾ മോസ്റ്റ്ചിപ്പ് ടെക്നോളജിയുടെ ഒരു വ്യൂ താങ്കളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ഒരു ഇൻട്രാഡേ പരിശോധിക്കുമ്പോഴേക്കും വളരെ ശക്തമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ടേക്കിംഗ്, തുടർച്ചയായിട്ടൊരു നേട്ടത്തിന് ശേഷം ഇന്നേവിറ്റബിൾ ആയിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. മോസ്റ്റ്ചിപ്പ് ടെക്നോളജിയിലുള്ള ഈ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനെ ഒരു അവസരമായി കണക്കാക്കാമോ? തീർച്ചയായിട്ടും എംഒഎസ് ചിപ്പിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമ്മൾ ഈ കറക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ബേസ് 204 മുതൽ 230 രൂപ വരെ ഈ ഒരു റേഞ്ചിലായിരിക്കും ഈ സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഒരു ബോട്ടം കണ്ടു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കണം. സർ, അടുത്തായിട്ട് NSDLിലേക്കാണ് വരുന്നത്. NSDLനെ സംബന്ധിച്ചിട്ട് വിപണിയിലേക്ക് എത്തിയിട്ട് അധികകാലമായിട്ടില്ല, ഒരു പുതുമുഖം തന്നെയാണ്. ഇന്നലെ ഓഹരികളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും 1.5% മുകളിലുള്ളൊരു 1.25% നേട്ടം നൽകിയിട്ടുണ്ട്. NSDL ഓഹരികളുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? NSDLന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഹൗഎവർ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. കറക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രമേ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കാവൂ. സ്റ്റോക്കിന്റെ നിലവിലുള്ള ഓൾ ടൈം ഹൈ 1420 രൂപയിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ
ഷോർട്ട് ടേമിൽ തന്നെ നല്ല നേട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. സർ, അടുത്തായിട്ട് സുമിറ്റോമോ കെമിക്കൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. സുമിറ്റോമോ കെമിക്കൽ ലിമിറ്റഡിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇന്നലെ വളരെ ഫ്ലാറ്റ് ആയ ഒരു ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ സുമിറ്റോമോ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിൽ ആദ്യം തന്നെ കാണുന്ന ഒരു ചെറിയ പ്രോബ്ലം കാര്യമായിട്ട് ട്രേഡിംഗ് വോളിയം ഇല്ല. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്ക് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 550 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 600 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സർ, അടുത്തതായിട്ട് മറ്റൊരു ഓഹരി എന്ന് പറയുന്നത് കിറ്റെക്സ് ആണ്. കിറ്റെക്സിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? കിറ്റെക്സിന്റെ കേസിൽ കഴിഞ്ഞ 2-3 മാസമായിട്ട് നമുക്ക് ഹെവി സെല്ലിംഗ് പ്രഷറായി കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്ക് എസ്പെഷ്യലി അമേരിക്കൻ ടാരിഫ് നയത്തെ തുടർന്ന് ഒത്തിരി സെല്ലിംഗ് പ്രഷറായി കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ നേരിട്ടിട്ടുണ്ട്. ആൻഡ് ഈ സ്റ്റോക്കിൽ കാണുന്ന ഒരു വലിയ പ്രോബ്ലം പല ട്രേഡിംഗ് സെഷൻസിലും ഈ സ്റ്റോക്ക് ഒന്നിൽ ലോവർ സർക്യൂട്ട് അതല്ലെങ്കിൽ അപ്പർ സർക്യൂട്ടിൽ പോയി ക്ലോസ് ചെയ്യുന്നുണ്ട് വിത്തൗട്ട് വോള്യൂംസ്. സോ ഈ സ്റ്റോക്കിൽ തൽക്കാലം ട്രേഡിംഗ് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ നോക്കരുത്. ആൻഡ് ഈ സ്റ്റോക്കിൽ 240 രൂപ വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു കെമിക്കൽ ഓഹരിയായിട്ടുള്ള IOL കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഇതും ഒരു സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ട ഒരു ഓഹരി കൂടിയാണ്. ഇന്നലെ ഏകദേശം 5.5% നേട്ടം നൽകിയ ഒരു ഓഹരി കൂടിയാണ് IOL കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അയോളിന്റെ കേസിൽ കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിലും നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചത്. ബട്ട് അനിൽ പറഞ്ഞതുപോലെ തന്നെ ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പ്രോഫിറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായി TD പവർ സിസ്റ്റംസ് ലിമിറ്റഡ് എന്ന ഓഹരിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി പങ്കുവെക്കാമോ? TD പവറിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിൽ ഒരു പ്രോബ്ലം കാണുന്നത് കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. ഇൻഫാക്ട് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തി വരുന്നത് ഇറ്റ് ഇസ് നിയർ ദ ഓൾ ടൈം ഹൈ. സോ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ലോങ് ടേമിന് വേണ്ടി തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ലോങ് പൊസിഷൻസ്. ബട്ട് ഷോർട്ട് ടേം ട്രേഡിംഗിന് ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 534 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. താങ്ക് യു സോ മച്ച് പ്രദീപ് സർ, ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിൽ. ഏതായാലും ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രത്യേകം പറയുകയാണ്, ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന് മുമ്പ് ഒരു രജിസ്റ്റേഡ് അനലിസ്റ്റിന്റെ അഡ്വൈസറുടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതായാലും അല്പസമയത്തിനകം പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സും ഒപ്പം തന്നെ മാർക്കറ്റ് ഓപ്പണിംഗ് ഡീറ്റെയിൽസുമായിട്ട് നിങ്ങളോടൊപ്പം സഫാനും ഒപ്പം തന്നെ വിഷ്ണു മാർക്കറ്റ് സ്ക്രീനിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്.